ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ്, ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഞാൻ വലിയ ഉള്ളി ഒരു 2 ചേർക്കുന്നുണ്ട്, പക്ഷെ അത് ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. മസാലയിലേക്ക് ചെറിയ ഉള്ളി മാത്രമാണ് ചേർക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് കൂടിയാണിത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇനി നമുക്ക് റോസ്റ്റിന് ആവശ്യമായ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചെറിയുള്ളി ചേർക്കാം. ഒരു 300 ഗ്രാമോളം ചെറിയുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2-3 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി ചതച്ച് ചേർക്കാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും നമുക്ക് ചെറുതായി ചതച്ചിട്ട് ചേർത്തെടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി കൂടി ചേർക്കാം. ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കാം. അതിനായി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂൺ നോർമൽ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നീട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി നമുക്ക് ചേർത്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു 2 വലിയ ഉള്ളി എടുത്ത് വളരെ നൈസായി അരിഞ്ഞതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി നമുക്കതിൽ യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഈ ചിക്കനിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർക്കാം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈ ചെയ്ത ഒനിയൻ കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അല്പസമയത്തിന് ശേഷം ഒന്നുകൂടി നമുക്ക് തുറന്നു നോക്കി എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് വെള്ളമെല്ലാം നന്നായി വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചെപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. താങ്ക് യു.